സത്യത്തിൽ ഞാൻ ഈ പ്രസംഗം സാഗൂതം ശ്രവിക്കുകയായിരുന്നു. ഇതിലപ്പുറം എന്താണ് പറയാനുള്ളത് എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾക്കിടയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിച്ചു തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കും. അപ്പോഴേക്കും അദ്ദേഹം പുതിയ ഒരു വിഷയത്തിൻ്റെ തിരികൊളുത്തിക്കൊണ്ടാണ് സംഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു പ്രവാഹമാണ് വാസ്തവത്തിൽ ഇതിനു മുൻപ് ഈ വേദിയിൽ സംഭവിച്ചത്. അതിലെ ഓരോ വിഷയങ്ങളെയും നമുക്ക് പരാമർശിച്ചുകൊണ്ട് ദീർഘനേരം സംസാരിക്കാനാവുകയും ചെയ്യും. കാരണം നമ്മുടെ സമൂഹം അത്രമേൽ സങ്കീർണമാണ്. സങ്കീർണമായ ഈ സമൂഹത്തിനിടയ്ക്ക് ഓരോ വിഷയവും മാനവികമായ, ഒരുപക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ബാധിക്കുന്നത് എന്ന് പരാമർശിക്കാമെങ്കിൽ അതിലപ്പുറം മനുഷ്യൻ എന്ന സ്വത്വത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള നിരവധി വിഷയങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്, പരസ്പരം സംവദിക്കുന്നത്, ജ്ഞാനത്തിൻ്റെ വിവിധങ്ങളായ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട്, അത് കഥയാകട്ടെ, സംഭാഷണമാകട്ടെ, ഭാഷണമാകട്ടെ, നോവലാകട്ടെ, തത്വചിന്തയാകട്ടെ, ഏത് മേഖലയായിരുന്നാലും സംവാദത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മനുഷ്യനെ തിരിച്ചറിയുന്ന, മനുഷ്യൻ എന്താണ് എന്ന് അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് മനുഷ്യൻ എന്ന ചോദ്യത്തിൻ്റെ ഒരു പക്ഷേ ഒരുപാട് തർക്കങ്ങളുണ്ടാകാമെങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ബന്ധങ്ങളുടെ സമുച്ചയമാണ് മനുഷ്യൻ എന്നാണ്. മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ് പറയുന്നത്. ഈ ബന്ധങ്ങളുടെ സമുച്ചയത്തെ ആത്യന്തികമായി നിലനിർത്തുന്നത് നിങ്ങളും ഞാനും ഏത് വിഭാഗത്തിൽപ്പെടുന്നു, ഏത് ജാതിയിൽപ്പെടുന്നു, ഏത് മതത്തിൽപ്പെടുന്നു, ഏത് വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമുക്കിടയിൽ സംഭവിക്കുന്നത് കൊടുക്കലും വാങ്ങലുമാണ്. അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പാരസ്പര്യമാണ്, സ്നേഹമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് വാക്ക് എന്ന് പറയുന്നത്. വാക്കിനെ കുറിച്ചൊക്കെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് ആ വാക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ വാക്കിൻ്റെ ഉത്തരവാദി ഞാനാണ്. ഞാൻ പറയുന്ന വാക്കിൻ്റെ ഉത്തരവാദി ഞാനാണ്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവി സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട്, ഭൂമിയുടെ ചടങ്ങുകൾ എന്നൊരു കവിത. ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിതയ്ക്കപ്പെട്ട വിത്തുകളും ഉച്ചരിക്കപ്പെട്ട വാക്കുകളും വെറുതെ ഇരിക്കുന്നില്ല എന്ന്. വിതയ്ക്കപ്പെട്ട വിത്തുകൾ, ഒരുപക്ഷെ നമുക്കിന്ന് എന്താണ് വിതയ്ക്കുന്നത്, എന്താണ് വിതയ്ക്കുക, എന്താണ് കൃഷി, എന്താണ് പാടം, എന്താണ് ഭൂമിയിലെ വിവിധങ്ങളായ വിളകൾ എന്ന് നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കുട്ടികൾ നൽകുന്ന ഉത്തരം ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നോക്കൂ,
വിതയ്ക്കുന്നത് എവിടെയാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ളൊരു സമൂഹത്തിനാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഒരു വിത്ത് വിതയ്ക്കുന്നത് മണ്ണിലാണ്. ആ മണ്ണിൽ വിതയ്ക്കുന്ന വിത്ത് മുളച്ചു പൊങ്ങണമെങ്കിൽ സൂര്യപ്രകാശം വേണം, ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വേണം, വെള്ളം വേണം. അപ്പോൾ വെള്ളവും സൂര്യപ്രകാശവും മണ്ണും ചേർന്ന സാഹചര്യം രൂപപ്പെടുന്ന സമയത്ത് ആ വിത്ത് മുളച്ചു പൊങ്ങുകയും ആ മുളച്ചു പൊങ്ങി ഒരു ചെടിയാകുകയും ചെടിയിൽ ചിലപ്പോൾ പൂക്കളുണ്ടാവുകയും അതുപോലെ തന്നെ കായ്കൾ ഉണ്ടാകുകയും ചിലപ്പോൾ അത് വലിയൊരു മരമായി നമുക്ക് തണൽ നൽകുകയും ചെയ്യും. അതുപോലെയാണ് വാക്ക് എന്ന് സച്ചിദാനന്ദൻ പറയുന്നത്. ഞാൻ പറയുന്നൊരു വാക്ക് നിങ്ങളുടെ മനസ്സാകുന്ന മണ്ണിലാണ് വീഴുന്നത്. നിങ്ങൾ പറയുന്നൊരു വാക്ക് ഞാൻ എൻ്റെ മനസ്സാകുന്ന മണ്ണിലാണ് വീഴുന്നത്. അവിടെ മുളച്ചു പൊങ്ങുകയും ചെടിയാവുകയും അത് വളരുകയും ചിലപ്പോൾ വലിയ മരമാവുകയും ചിലപ്പോൾ അതിൽ പൂക്കളുണ്ടാകുകയും ചിലപ്പോൾ അത് കായ്കൾ നൽകുകയും ചെയ്യുന്ന മനോഹരമായ, ചിലപ്പോൾ തണൽ നൽകുകയും ചെയ്യുന്ന മനോഹരമായ അവസ്ഥയിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നാണ്. ഇപ്പോൾ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഒരുപക്ഷെ ഇന്ന് ലോകത്തെ പലപ്പോഴായി നാം സൂചിപ്പിക്കാറുള്ള കലഹങ്ങളുടെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒക്കെ ലോകത്തെ രൂപപ്പെടുത്തുന്നതും ഇല്ലാതാക്കുന്നതുമൊക്കെ. 60,000-ൽ പരം കുഞ്ഞുങ്ങൾ മരിച്ചു വീണ, കുഞ്ഞുങ്ങൾ മാത്രമല്ല സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ അമ്മമാർ, ഉമ്മമാരൊക്കെ മരിച്ചു വീണ പലസ്തീൻ്റെ മണ്ണിൽ നിന്ന് ഇപ്പോൾ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒലിവില ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വാക്കുകൾ തന്നെയാണ്. ബോംബുകൾ ഒരിക്കലും സമാധാനത്തിൻ്റെ വിത്തുകൾ പാകുന്നില്ല. അപ്പോൾ വാക്കുകൾ ആയുധങ്ങളായി മാറുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കൂ, ഇന്ന് സമീപകാലത്ത് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ടുണ്ടായ വിവാദങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര ഉത്തരവാദിത്തമില്ലാതെയാണ് വാക്കുകൾ ചിലർ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. പാരസ്പര്യത്തിൻ്റെ വലിയ വെളിച്ചത്തെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് മാരകമായ വിപത്തായി മുളച്ചു പൊങ്ങുന്നത്, വളർന്നു വലുതാകുന്നത്? ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ, പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന പലരും കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ. എത്ര ലളിതമാണത്! ഈ കഥ പറഞ്ഞു തന്ന് എൻ്റെ അമ്മയും എൻ്റെ മുത്തശ്ശനും എൻ്റെ അധ്യാപകനും എന്നെ പാരസ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായ വെളിച്ചത്തെ അതിമനോഹരമായി എന്നിലേക്ക് സംവഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ കഥ? മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോവുകയാണ്. എത്ര ലളിതമായ ആഖ്യാനം! പോകുന്ന സമയത്ത് മഴ പെയ്തു. ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മണ്ണാങ്കട്ട അലിഞ്ഞു പോവും. മണ്ണാങ്കട്ട ആരുടെ സുഹൃത്താണ്? കരിയിലയുടെ സുഹൃത്താണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കേണ്ടത്, തൻ്റെ സുഹൃത്തിന് കരുതൽ നൽകേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കരിയിലയ്ക്കറിയാം. കരിയില മഴ പെയ്തപ്പോൾ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരുന്നു. മണ്ണാങ്കട്ടയെ മഴയിൽ നിന്ന് രക്ഷിച്ചു. പാരസ്പര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ വലിയ വെളിച്ചമാണ് അവിടെ കാണുന്നത്. അങ്ങനെ അവർ യാത്ര പോകുന്ന സമയത്ത് പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? ഒരു കാറ്റ് വരികയാണ്. കാറ്റ് വന്നാൽ സ്വാഭാവികമായും ആര് പറന്നു പോകും? കരിയില പറന്നു പോകും. കരിയിലയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ആർക്കറിയാം? കരിയിലയുടെ സുഹൃത്തായ മണ്ണാങ്കട്ടയ്ക്ക് അറിയാം. മണ്ണാങ്കട്ട കരിയിലയ്ക്ക് മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കരിയിലയെ ആ കാറ്റിൽ നിന്ന് രക്ഷിച്ചു.
അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ വലിയ മൂല്യമാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വലിയ ലോകമാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്തിൽ ഈ കഥ എങ്ങനെയാണ് വായിക്കപ്പെടുന്നത് എന്ന് PK പാറക്കടവ് എന്ന് പറയുന്ന മലയാളത്തിലെ ശ്രദ്ധേയനായ കഥകളുടെ രാജാവ് എന്ന് പറയുന്ന PK പാറക്കടവ് മാറ്റി പറയുന്നുണ്ട്. ഈ കഥ ഇന്നെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നുണ്ട് PK പാറക്കടവ്. അദ്ദേഹം ഈ കഥ മാറ്റിപ്പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം അധ്യാപകൻ ഈ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ക്ലാസ് മുറിയാണ്. ക്ലാസ് മുറിയിൽ അധ്യാപകൻ പറഞ്ഞു തുടങ്ങുന്നു, മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയി എന്ന്. ഉടനെ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നു. ആ കുട്ടിയുടെ പേര് ജോസഫ് എന്നാണ്. ജോസഫ് എന്ന് പേരായ കുട്ടി ഉറക്കെ പറഞ്ഞു, മാഷേ, അവർ പോയത് കാശിയിലേക്കല്ല, അവർ പോയത് ബത്ലഹേമിലേക്കാണ് എന്ന് ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട് നിന്ന മറ്റൊരു കുട്ടി, മുഹമ്മദ് എന്ന് പേരായ മറ്റൊരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മാഷേ, അവർ പോയത് ബത്ലഹേമിലേക്കല്ല, അവർ പോയത് മെക്കയിലേക്കാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മറ്റൊരു കുട്ടി ക്രുദ്ധനായി എഴുന്നേറ്റ് നിന്നു. ആ കുട്ടിയുടെ പേര് രാമൻ എന്നാണ്. രാമൻ എന്ന കുട്ടി ഉറക്കെ പറഞ്ഞു, അവർ പോയത് കാശിയിലേക്ക് തന്നെയാണ്. നോക്കൂ, അധ്യാപകൻ നോക്കി നിൽക്കെ ഈ കുട്ടികൾ തമ്മിൽ അടികൂടുകയാണ്. ഈ കുട്ടികൾ തമ്മിൽ കലഹത്തിലേക്ക് എത്തുകയാണ്. എന്താണ് നമ്മുടെ സമകാലിക ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സൂക്ഷ്മമായ ഒരു ആഖ്യാനമാണ് വാസ്തവത്തിൽ PK പാറക്കടവ് അതിനകത്ത് നിർവഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, വാക്കുകളുടെ സംഘാതമാണ് സാഹിത്യമെന്ന് പറയുന്നത്. സാഹിത്യമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സഹിതമായിരിക്കുക എന്നുള്ളതാണ്. സഹിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുക എന്ന്, വേറിട്ട് നിൽക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക എന്നതാണ് വാസ്തവത്തിൽ സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ സാഹിത്യോത്സവങ്ങളും അതുപോലെ തന്നെ അത്തരം പുസ്തകങ്ങളുടെയും രചനകളുടെയും പേരിൽ കൂടിയിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തേണ്ടത് ആത്യന്തികമായി നേരത്തെ സൂചിപ്പിച്ച പാരസ്പര്യത്തിൻ്റെ വെളിച്ചമാണ്. ഇത് നിരന്തരം കത്തിച്ചു പിടിക്കേണ്ടത്, അങ്ങനെ കത്തിച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാൻ കാരണം, നേരത്തെ പറഞ്ഞ മനുഷ്യൻ എന്ന പദത്തെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ, മനുഷ്യജീവിയെ രൂപപ്പെടുത്തുന്നതിൽ ബോധപൂർവമായ ഇടപെടലുകൾ അനിവാര്യമാണ്. സമീപകാലത്ത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു പുസ്തകമുണ്ട്, സാപ്പിയൻസ് എന്ന പേര്. യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് സാപ്പിയൻസ്. സാപ്പിയൻസ് എന്ന പുസ്തകം ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നാം അടങ്ങുന്ന മനുഷ്യവർഗത്തെക്കുറിച്ച്, അതിൻ്റെ മനുഷ്യവർഗ ചരിത്രത്തെക്കുറിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിൽ പല കാര്യങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അത് മുന്നോട്ട് വയ്ക്കുന്ന സൂക്ഷ്മമായ ചില അന്വേഷണങ്ങൾ നമുക്കിടയിൽ വലിയ മാറ്റത്തിൻ്റെ വെളിച്ചം വിതയ്ക്കുന്നുണ്ട്. അതിൽ മനുഷ്യനെയും മൃഗത്തെയും കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹരാരി പറയുന്നു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും ചുട്ടെടുത്ത കളിമൺ പാത്രങ്ങളെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ചുട്ടെടുത്ത കളിമൺ പാത്രങ്ങളുടെ പ്രത്യേകത ഒരുപക്ഷെ അത് കണ്ടവർക്കേ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ. ആ കളിമൺ പാത്രങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങൾ അതിൻ്റെ രൂപം നിർണ്ണയിക്കുന്നത് അത് മണ്ണ് കുഴച്ച് രൂപപ്പെടുത്തുന്ന സമയത്താണ്.
അത് രൂപപ്പെടുത്തി ചൂളയിൽ വെച്ച് ചുട്ടെടുത്ത് പുറത്തേക്കെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനെ രൂപം മാറ്റുക സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഒരു പരന്ന പാത്രം എനിക്ക് വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് അത് മണ്ണ് കുഴച്ച് രൂപപ്പെടുത്തുന്ന സമയത്താണ്. ഒരു ഉരുണ്ട പാത്രമാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ശില്പമാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അത് മണ്ണ് കുഴച്ച് രൂപപ്പെടുത്തുന്ന സമയത്താണ്. ചുട്ടെടുത്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും, തകർന്നു പോകും. എന്ന് പറഞ്ഞാൽ മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും ഈ വിധത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ തകർന്നു പോകുന്നതാണ്, ഇല്ലാതാകുന്നത് ആണ് എന്നാണ് ഹരാരി നിരീക്ഷിക്കുന്നത്. പക്ഷെ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് എന്താണ്? മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഉരുകി വരുന്ന സ്ഫടികം പോലെയാണ് എന്നാണ് പറയുന്നത്. ഈ ഉരുകി വരുന്ന സ്ഫടികം എന്ന് പറയുന്നത് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ദീർഘമായ ശൈശവകാലം, കൗമാരകാലം, നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് അത് തീർച്ചയായും നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിലൊന്ന് പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ശൈശവകാലത്ത് എന്താണ് നാം കൊടുക്കുന്നത്? മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണോ കൊടുക്കുന്നത് എങ്കിൽ അവർ അത് തിരിച്ചു തരും. നേരെ മറിച്ച് അതിന് വിപരീതമായ സാഹചര്യങ്ങളാണോ നാം ഒരുക്കി കൊടുക്കുന്നത് എങ്കിൽ അതുതന്നെ ആയിരിക്കും അവർ തിരിച്ചു തരിക. 7 വയസ്സുവരെയുള്ള കുട്ടികളുടെ കാലം എന്ന് പറയുന്നത് ഇംപ്രിൻറ്റിങ് പീരീഡ് എന്നാണ് പറയുന്നത്. സ്പോഞ്ച് പോലെയാണ് കുട്ടികൾ. ഒരു സ്പോഞ്ച് എങ്ങനെയാണോ വെള്ളമായാലും എന്താണോ അതിൻ്റെ മുന്നിലെത്തുന്നത്, വെള്ളമാകാം, മഷിയാകാം, മറ്റെന്തുമാകാം, ചോരയാകാം, എന്തിനേയും അത് വലിച്ചെടുക്കുന്നത് പോലെ ഈ 7 വയസ്സുവരെയുള്ള കുട്ടികൾ എല്ലാറ്റിനെയും വലിച്ചെടുക്കുകയും തങ്ങളുടേതാക്കുകയും അത് തിരിച്ച് സമൂഹത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അവരുടെ മുമ്പിൽ നമുക്ക് ബോധപൂർവമായ ഇടപെടൽ അനിവാര്യമാണ്. സ്വാഭാവികമായ പരിണതി മാത്രം പോരാ, നാം ബോധപൂർവമായ അവരുടെ മൂല്യബോധത്തിന് അനുയോജ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിനുപയുക്തമാകുന്ന സംഘടനകൾ, സംവിധാനങ്ങൾ അതിശക്തമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാലം എന്ന് പറയുന്നത് മാതൃകകളെ തങ്ങളുടേതാക്കി മാറ്റുന്ന കാലമാണ്. മോഡലിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ എന്താണോ കുട്ടിയുടെ മുന്നിൽ കാണുന്നത്, എന്താണോ മാതൃകയാകുന്നത്, അതിഗംഭീരമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ കവിത എഴുതുന്ന, അല്ലെങ്കിൽ കഥ എഴുതുന്ന, അതിൽ നിന്ന് വ്യത്യസ്തമായി ചിലപ്പോൾ അഭിനയിക്കുന്ന, മറ്റേതെങ്കിലും രൂപത്തിലുള്ള തന്നെ ആകർഷിക്കുന്ന ഏതാണോ അതിനെ മാതൃകയാക്കി എടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 14 വയസ്സുവരെയുള്ള കുട്ടിയുടെ കാലം എന്ന് പറയുന്നത്. അവിടെ നാം പരിചയപ്പെടുത്തേണ്ടത് ലോകത്തിലെ വിശ്രുതരായ, മാതൃകാപരമായി ജീവിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ ജീവചരിത്രങ്ങളും അവരുടെ ജീവിതവുമാണ്. അത് കഴിഞ്ഞാലോ അവർക്ക് നൽകേണ്ടത് തീർച്ചയായും സോഷ്യലൈസിയം പീരീഡ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങളാണ്. അത് നൽകിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് കടന്നു വരും. അവിടെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കലയും സാഹിത്യവുമൊക്കെ. കലയും സാഹിത്യവുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളും ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകാരികമായ ഒരു സംവാദം നടക്കുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച വാക്കുകളുടെ സംവാദം കൂടിയാണ്, സംവേദനം കൂടിയാണ്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവി അക്കിത്തത്തിൻ്റെ ഒരു കവിതയുണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന പേരിൽ.
ഈ കവിതയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസ്സല്ലോ സുഖപ്രദം എന്നൊരിക്കൽ പറയുന്നുണ്ട്. ഈ വരികൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്ഭുതം തോന്നാം. എങ്ങനെയാണ് വെളിച്ചം ദുഃഖമാണോ ആകുന്നത്? നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്നത് ഇത്രമാത്രം വെളിച്ചത്തിൻ്റെ പരിസരത്തിൽ നിന്നതുകൊണ്ടാണ്. ഇവിടെ മുഴുവൻ ഇരുട്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ സുഖമുണ്ടാകുമെന്ന അടിസ്ഥാനമായ ചോദ്യത്തെ നാം ഈ വരികൾ കേൾക്കുന്ന സമയത്ത് ഓർക്കാവുന്നതാണ്. വെളിച്ചം എങ്ങനെയാണ് ദുഃഖമാകുന്നത്, തമസ് ഇരുട്ടെങ്ങനെയാണ് സുഖമാകുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യത്തെ നാം ഈ വരികൾ കേൾക്കുന്ന സമയത്ത് ഓർത്തു പോകാവുന്നതാണ്. പക്ഷെ നോക്കൂ, ഈ വരി എഴുതി കഴിഞ്ഞ് അതിനു മുൻപ് മഹാകവി അക്കിത്തം എഴുതി വയ്ക്കുന്നൊരു 4 വരിയുണ്ട്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി. നിരത്തിൽ കാക്ക കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ കണ്ണുകൾ. എത്ര സങ്കടം നിറഞ്ഞൊരു കാഴ്ചയാണത്. നമ്മുടെ ഉള്ളിൽ അനുതാപത്തിൻ്റെ, ശോകത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അനുതാപത്തിൻ്റെ അതിശക്തമായ മുറിവുണ്ടാക്കുന്നൊരു കാഴ്ചയാണത്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ. എന്നിട്ടോ ആ കുഞ്ഞ്, നരവർഗ നവാതിഥി എന്ന് പറയുന്നത് പിറന്നു വീണിട്ട് അധിക സമയമായിട്ടില്ലാത്തൊരു കുഞ്ഞാണ് നരവർഗ നവാതിഥി എന്ന് പറയുന്നത്. നരവർഗത്തിലേക്ക് നവാതിഥിയായി വന്നിട്ടുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് അമ്മയുടെ മുല കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനറിയില്ല എന്തുകൊണ്ടാണ് തൻ്റെ അമ്മയുടെ കണ്ണുകൾ കാക്ക കൊത്തുന്നത് എന്ന്. എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത് എന്നറിയില്ല. അപ്പോൾ അമ്മയുടെ ഈ ദയനീയമായ അവസ്ഥയെ മനസ്സിലാകാതെ നിൽക്കുന്ന കുഞ്ഞിനോടാണ് കവി പറയുന്നത്, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. നിനക്ക് ഈ വെളിച്ചം ദുഃഖമാണ്, ഇരുട്ടാണ് നിനക്കിപ്പോൾ സുഖം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ വരികളിലൂടെ സംവദിക്കപ്പെടുന്നത്? അനുതാപത്തിൻ്റെ വെളിച്ചമാണ്, എമ്പതിയുടെ വെളിച്ചം. എമ്പതിയുടെ വെളിച്ചമാണ് അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടേണ്ടത്. അപ്പോൾ മാത്രമാണ് ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുരോഗതിയിലേക്ക് അതിന് വളർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതിന് വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്, അതിന് കലയ്ക്ക് വലിയ പങ്കുണ്ട്, സാഹിത്യത്തിന് വലിയ പങ്കുണ്ട്, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്, കവിതയ്ക്ക് വലിയ പങ്കുണ്ട്, നിങ്ങൾ ഉച്ചരിക്കപ്പെടുന്ന ഓരോ വരിക്കും വലിയ പങ്കുണ്ട്. നമ്മളെ മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ ബുദ്ധിജീവികളുടെ, സാഹിത്യകാരന്മാരുടെ, സാംസ്കാരിക പ്രവർത്തകരുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി നിലനിൽക്കുന്നത്. നമുക്ക് മാത്രമായി രൂപപ്പെട്ട ഒന്നല്ല ഇത്. പാരമ്പര്യമെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നാം കാണുന്നതല്ല, മറിച്ച് നാളുകളേറെയായി നമ്മിലേക്ക് കൊണ്ടുവന്ന നിരവധി മനുഷ്യർ രൂപപ്പെടുത്തിയിട്ടുള്ള, മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ. അങ്ങനെയാണ് ബഷീർ പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ ശ്രദ്ധേയമായ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകത്തിൽ, രചനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 500 വർഷങ്ങൾക്കകം ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളെയും മനുഷ്യൻ കൊന്നൊടുക്കുമെന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനുഷ്യർ മാത്രമാകും. എന്നിട്ടോ അവർ ഒന്നടങ്കം ചാവും. ഇതിലും
ലളിതമായി എങ്ങനെയാണ് മനുഷ്യന് മാത്രമായി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയില്ല എന്നും ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കും ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ സാഹിത്യവും സംസ്കാരവുമൊക്കെ രൂപപ്പെടുന്നതും അത് വളരുന്നതും അത് മുന്നോട്ടു പോകുന്നതും അത് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമൊക്കെ മനുഷ്യനാവുക എന്ന അടിസ്ഥാനപരമായ ബോധ്യത്തിലേക്കുള്ള വഴിനടത്തമാണ്. അതിൽ വലിയ പങ്ക് വിദ്യാഭ്യാസം നിർവഹിക്കുന്നുണ്ട്, അതിൽ വലിയ പങ്ക് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്, അതിൽ വലിയ പങ്ക് സാഹിത്യവും കലയും നിർവഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കവിത കൂടി ഞാൻ പറയാം. കവിതയുടെ പേര് കളിപ്പാട്ടങ്ങളുടെ ശ്മശാനം. പലസ്തീനിൽ കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സമർപ്പിക്കുന്നൊരു കവിതയാണ്. കളിപ്പാട്ടങ്ങളുടെ ശ്മശാനം. കരയിൽ നിന്നും ആകാശത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഒരുപോലെ മരണം വരുമ്പോൾ എല്ലാ കുട്ടികളും കളിക്കുകയായിരുന്നു. കരയിൽ നിന്നും ആകാശത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഒരുപോലെ മരണം വരുമ്പോൾ എല്ലാ കുട്ടികളും കളിക്കുകയായിരുന്നു. കളിപ്പാട്ടങ്ങളുടെ ചിറകുകളിൽ അതിരുകളില്ലാത്ത ആകാശം ആരെയും പുറത്താക്കിയിരുന്നില്ല. കളിപ്പാട്ടങ്ങളുടെ ചിറകുകളിൽ അതിരുകളില്ലാത്ത ആകാശം ആരെയും പുറത്താക്കിയിരുന്നില്ല. ഉരുണ്ടുവരുന്ന കളിവണ്ടിയുടെ ചുണ്ടുകളിൽ ചുംബിക്കുമ്പോഴാണ് കുഞ്ഞു തലച്ചോറ് ചിതറിത്തെറിച്ചത്. ഉരുണ്ടുവരുന്ന കളിവണ്ടിയുടെ ചുണ്ടുകളിൽ ചുംബിക്കുമ്പോഴാണ് കുഞ്ഞു തലച്ചോറ് ചിതറിത്തെറിച്ചത്. മേഘങ്ങളിൽ നിന്ന് പറന്നിറങ്ങുന്ന പന്തുകൾ ഓടിപ്പിടിക്കുമ്പോഴാണ് കുഞ്ഞു കൈകൾ അറ്റുവീണത്. മേഘങ്ങളിൽ നിന്ന് പറന്നിറങ്ങുന്ന പന്തുകൾ ഓടിപ്പിടിക്കുമ്പോഴാണ് കുഞ്ഞു കൈകൾ അറ്റുവീണത്. കടലാസു തോണിയിൽ കയറ്റിയാണ് കുഞ്ഞുങ്ങളുടെ ജഡങ്ങൾ കളിപ്പാട്ടങ്ങളുടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കടലാസു തോണിയിൽ കയറ്റിയാണ് കുഞ്ഞുങ്ങളുടെ ജഡങ്ങൾ കളിപ്പാട്ടങ്ങളുടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്നേഹം നിറഞ്ഞ ഈ വേദിയിൽ ഈ സദസ്സിനെ അഭിമുഖീകരിക്കാൻ അവസരം തന്ന മുഴുവൻ പ്രിയപ്പെട്ടവരോടും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.